നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അടിപൊളി കള്ളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ സാധാരണ ആരും അങ്ങനെ കള്ളപ്പം ഉണ്ടാക്കാറില്ല, കള്ളൊഴിച്ച് അപ്പം ഉണ്ടാക്കാറില്ല. എല്ലാവരും ഈസ്റ്റൊക്കെ ഇട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. കള്ള് നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഇച്ചിരി കള്ള് കിട്ടി. അപ്പൊ ഞാൻ ഓർത്തു നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ അരി 2.5 ഗ്ലാസ് അരി വെള്ളത്തിലിട്ടുണ്ട്. ഇട്ട് ഞാനത് കഴുകി വാരി വെച്ചു. അപ്പൊ നമുക്ക് ആ കള്ളൊഴിച്ച് അപ്പം ഉണ്ടാക്കുന്നത്. കള്ളപ്പത്തിന് തേങ്ങയും വേണം. ഒരു നല്ല മുറി തേങ്ങയും ഞാൻ ചുരണ്ടി വെച്ചിട്ടുണ്ട്. ആ കള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് അരി ഒന്ന് അരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ പച്ചരി നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വാരി വെച്ചേക്കുന്നത്. 2.5 ഗ്ലാസ് അരിയുണ്ട്. നല്ല വലിയൊരു തേങ്ങയുടെ വലിയൊരു മുറി തേങ്ങയുണ്ട്. അത്ര നമ്മൾ ചുരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ കള്ള് ഇതാണ്. നമ്മൾ കള്ള് ഒഴിച്ചാണ് അരയ്ക്കാൻ പോകുന്നത്. അത് നമ്മൾ അരി ഇടിച്ച് പൊടിയാണെങ്കിൽ നമ്മൾ കുഴയ്ക്കുമ്പോഴേ കള്ള് ഒഴിച്ചാൽ മതി. പക്ഷെ ഈ അരി അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർത്തരയ്ക്കുമ്പോൾ പിന്നെ കള്ളി ചേർക്കാൻ ഒക്കില്ല, അന്നേരം വെള്ളമായി പോകും. അതുകൊണ്ട് ഞാൻ കള്ള് ഒഴിച്ചാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പൊ അതെ നമ്മളെ മിക്സിക്കകത്ത് അരി ഇട്ട് കുറേശ്ശെ ഇട്ട് അരയ്ക്കാം. അരി തന്നെ അരയ്ക്കുവാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് കള്ളും കൂടെ ഒഴിക്കുകയാണ്. ആവശ്യത്തിന് ഇത്രയും മൊത്തം കള്ള് വേണ്ട കേട്ടോ, കുറച്ചൊഴിക്കാം നമുക്ക്. അതിന് നമുക്കിതൊന്ന് അരയ്ക്കാം. നമ്മൾ ആദ്യമായിട്ട് അരി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ട, നന്നായിട്ട് അരണ്ട. നമ്മൾ ഇച്ചിരി വലിയ പാത്രത്തിലാണ് ഒഴിക്കുന്നത്. നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. വലിയ പാത്രത്തിൽ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ പൊങ്ങി പോവരുത്. അതിനാണ് നമ്മൾ വലിയ പാത്രത്തിൽ ഒഴിച്ചു വെക്കുന്നത്. അപ്പൊ അരി അരയ്ക്കുമ്പോൾ നമ്മൾ അപ്പത്തിനൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ ഇച്ചിരി വലിയ പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. അപ്പൊ രണ്ടാമത് നമ്മൾ വീണ്ടും അരയ്ക്കാൻ തുടങ്ങുവാണ്. അതിന്റെ കൂടെ ഇച്ചിരി കള്ള് ഒഴിക്കുന്നുണ്ട്. പണ്ടൊക്കെ എന്നും കള്ളപ്പം ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ കള്ള് കിട്ടുമായിരുന്നു കേട്ടോ. ഇപ്പൊ അങ്ങനെ കള്ള് കിട്ടാറില്ല നമുക്ക്. തേങ്ങ നമ്മൾ ഇതിന്റെ കൂടെ അല്ലിട്ട് അരയ്ക്കുന്നത്. ഈ അരി അരച്ച് കഴിഞ്ഞിട്ടാണ് തേങ്ങ നമ്മൾ അരയ്ക്കുന്നത്. അപ്പൊ രണ്ടാമത് നമ്മൾ അരി അരച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു വയ്ക്കാം. അപ്പത്തിന് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയണം കേട്ടോ. ഇനിയിപ്പോ ഒരു കല്ല് അരയ്ക്കാനുള്ള അരി ഇല്ല. അപ്പൊ നമ്മൾ ആ അരി അങ്ങ് അരച്ചിട്ട് ഒരു 3/4 അരി ആകുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ അതിനകത്തിടും. അത് അരി കുറവായത് കൊണ്ടാണ്. 3 കല്ല് അരയ്ക്കാനുള്ള അരി ഇല്ലായിരുന്നു നമുക്ക്. 2 അല്ല തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഇച്ചിരി അരി ബാലൻസ് വന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ തേങ്ങ ഇടരുത് കേട്ടോ. ഈ അരി 3/4 അരഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇടാവുള്ളൂ. തേങ്ങ ഇച്ചിരി അരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അരി അരയണം നന്നായിട്ട്. ഇനിയും കള്ള് ഒഴിക്കുന്നില്ല, ആകെ ഇത്രയും കള്ള് മതി. ഈ കള്ള് നമുക്ക് വെച്ചേക്കാം. 3/4 അരി അരഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ നമ്മൾ കുറച്ച് തേങ്ങയും ഇടുവാണ്. തേങ്ങയും ഒന്നിച്ച് നമ്മൾ ഇടുന്നില്ല. മൂന്നാമത് നമ്മൾ അരിയും തേങ്ങയും കൂടെ അരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിന്റെ കൂടെ ഒഴിക്കാം. അപ്പൊ ഇനി ഇത്ര തേങ്ങ ബാക്കിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിനകത്തിട്ട് അരയ്ക്കാം. അപ്പൊ നമ്മൾ തേങ്ങയുടെ പൊടിച്ചിട്ട് വെളുത്തുള്ളി ജീരകം ഇടുന്നത്. നമുക്ക് അരകല്ലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ കൂടിട്ട് അരയ്ക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ, അരകല്ലുള്ളവർക്ക് നാളെ രാവിലെ ഇത് അരച്ച് ചേർത്താൽ മതി. പക്ഷെ നമ്മളിപ്പോൾ അരകല്ലില്ല നമുക്കിവിടെ, അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടിട്ട് അരയ്ക്കുവാണ്. ഇത്രയും 2 കൂട്ടം വെളുത്തുള്ളി ഉണ്ട്. പിന്നെ അതുകൊണ്ട് സ്വല്പം ജീരകവും കൂടെ. ഇത് ഇത്രയും ജീരകം, അതുകൂടെ നമ്മൾ ഇതിന്റെ കൂടിട്ട് അരയ്ക്കുവാണ്. അപ്പൊ തേങ്ങ നമ്മൾ ഇത്തിരി മഷി പോലെ അങ്ങ് അരയ്ക്കുന്നില്ല, ഒന്ന് ചതഞ്ഞ കൂട്ടി വരണം. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കുറുക്കി ചേർക്കുന്നതിന് പകരം ഒരു ചെറിയൊരു കപ്പ് ചോറാണ് ചേർക്കുന്നത്. അതുകൂടെ നമുക്ക് ഇതിന്റെ കൂട്ടൊന്ന് അരയ്ക്കാം. അപ്പൊ നമ്മളിത് ബാക്കി തേങ്ങയും ചോറും കൂടെ അരച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ 2 അല്ലി വെളുത്തുള്ളി,
സ്വല്പം ജീരകവും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം അല്ലാതെ വേണ്ടുന്നവർക്കാണെങ്കിൽ നാളെ അരച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഇന്ന് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പക്ഷെ ഇന്ന് ഇതിൻ്റെ കൂടെ ഇട്ടങ്ങ് അരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ച് വയ്ക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ ഒരിക്കലും അങ്ങ് നന്നായിട്ടങ്ങ് അരയണ്ട. അപ്പോൾ ഒരു ശകലമൊക്കെ നമ്മളൊന്ന് കടിക്കണം തേങ്ങ. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ നമ്മൾ പാത്രം ഒന്നും കഴുകി ഒഴിച്ചിട്ടില്ല കേട്ടോ. ദോശയ്ക്കൊക്കെ അരയ്ക്കുമ്പോഴേ നമ്മൾ ആ മിക്സിയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി വെള്ളത്തിൽ കഴുകി ഒഴിക്കും. പക്ഷെ ഇതിനകത്ത് അത് വേണ്ട, ഒരുപാട് വെള്ളമായി പോകും. അപ്പൊ നമ്മളിതൊന്ന് ഇളക്കി കൂട്ടാം നമുക്ക്. ഉപ്പൊന്നും ഇപ്പൊ ചേർക്കൂല കേട്ടോ. നാളെ ഇതിന്റെ കൂടെ ഇച്ചിരി ചേരുവകൾ വേറെ ചേരാനുണ്ട്. അപ്പൊ അത് നാളെ ചൂടാൻ നേരത്തെ നമ്മൾ ചേർക്കുള്ളൂ. ഇപ്പൊ നല്ല പാകത്തിനുണ്ട്, ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇത് കണ്ടോ, ഇത്രയും മതി. നമുക്ക് ഇത് അടച്ചു വെച്ചേക്കാം. അപ്പൊ നമ്മൾ അരപ്പൊക്കെ നന്നായിട്ട് ചേർത്തെല്ലാം കൂട്ടി ഇളക്കി വെച്ചിട്ടുണ്ട്. കള്ളിൻ്റെ ഒക്കെ മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ബാക്കി നമ്മൾ 1-2 സാധനം കൂടെ ചേർക്കേണ്ട. നാളെ നമുക്ക് ചേർത്തിട്ട് ചുടാം. അപ്പൊ ചുട്ടുമ്പോൾ നമുക്ക് കാണാം. തവി നമ്മളിപ്പോ ഇങ്ങനെ എടുക്കും, ഇളക്കിയ തവി നമ്മളിങ്ങനെ എടുത്ത് വെച്ചേക്കും. രാത്രി ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കണം കേട്ടോ, ഇത് പൊങ്ങി പോകുന്നോന്ന്. ഞാൻ പക്ഷെ വലിയ പാത്രത്തിലാണ് വെച്ചേക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പേടിക്കാനൊന്നുമില്ല. അപ്പൊ നമ്മുടെ അപ്പത്തിന് അപ്പം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ കുറച്ച് സാധനം കൊണ്ട് ഇത് ചേർക്കാനുണ്ട്. ഉപ്പ് ഇപ്പൊ ചേർക്കാൻ പോകണം. ഉപ്പൊന്നും ഇന്നലെ ചേർക്കാനില്ല. ഉപ്പിടുകയാണ്, നമ്മൾ ആവശ്യത്തിന് ഉപ്പിടണം. ഇത്രയും ഉപ്പിടാൻ നോക്കാം. പിന്നെ ഇതിനകത്ത് വേണ്ടുന്ന ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ഈ കള്ളപ്പത്തിന് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇന്നലെ ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി ജീരകം ഒന്നും അരച്ച് ചേർത്തില്ല. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ചേർത്താൽ മതി. പിന്നെ ഞാൻ ഇന്നലെ അത് അരച്ച് ചേർത്തായിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഇന്നലെ ചേർക്കണ്ടായെങ്കിൽ ഇന്ന് തന്നെ രാവിലെ അരച്ച് ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. എല്ലാം കൊണ്ടൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പിന്നെ ഇത് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിതൊരു ചെറിയ കാലത്തിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചൂടാനൊക്കെയുള്ള സൗകര്യത്തിന്. കാര്യം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒഴിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ രാത്രിയിൽ അത് പൊങ്ങിപ്പോകുകയാണെങ്കിൽ നമ്മൾ പോകും. അതുകൊണ്ടാണ് ഇത്രയും വലിയ പാത്രത്തിനകത്ത് നമ്മൾ ഒഴിച്ച് വയ്ക്കുന്നത്. അത് നല്ല ശരിക്കും നല്ല മാവായി നല്ല പോലെ പൊങ്ങിയിട്ടുണ്ട്. എന്നാൽ പുളിയൊട്ടില്ല താനും. കല്ലൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ഒഴിക്കാൻ നോക്കാം. പരത്തൊക്കെ കേട്ടോ, എത്രേ പരത്താവുള്ളൂ. നമ്മൾ കള്ളപ്പം ഒരുപാട് നമ്മൾ പരത്ത ദോശ പോലെ ഉണ്ടാക്കരുത്. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചത് വേവട്ടെ. അപ്പം മറിച്ചിട്ടപ്പോൾ നമ്മൾ തീ ഒന്ന് പതുക്കെ കുറച്ചിടണം, അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും. അപ്പം നമുക്കിത് വെന്തിട്ടുണ്ട്, നമുക്ക് എടുക്കാമെന്ന്. അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതിന് അപ്പത്തിൻ്റെ കറി ഉണ്ടാക്കി. നമ്മൾ 2 ഉരുളക്കിഴങ്ങും 1 സവോളയും കൂടാണ്, 2 പച്ചമുളകും. നമ്മൾ വറ്റൽമുളകൊന്നും ചേർത്തിട്ടില്ല. ഒരു സ്വല്പം മല്ലിപ്പൊടി പിന്നെ മസാലയൊക്കെ സാധാരണ ചേർക്കുന്ന പോലെ നമ്മൾ ചേർത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കള്ളപ്പം ഇഷ്ടപ്പെട്ട് കാണും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കറി അതുപോലെയാണ്, നല്ല ഒന്നാന്തരം അടിപൊളി കറിയാണ്. നിങ്ങൾ ഇതുപോലെ കള്ളപ്പം ഉണ്ടാക്കി നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കള്ളപ്പം ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.